ബന്ധപ്പെട്ട കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ റെഡ് ക്രോസ് ഗൈഡുകൾ പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളൊക്കെ ഈ സോഷ്യൽ വെൽഫെയറുമായിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. പിന്നെ ലെക്ചർ ആ സമയത്തേക്കുള്ളത് ടൂറ് ഫോട്ടോഗ്രാഫി അതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗാർഡനിങ്, പിന്നെ കുക്കറി, ടൈലറിങ്, മോഡലിംഗ് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് റണ്ണിങ് കോ ഓപ്പറേറ്റീവ് സ്റ്റോർ, അതായത് പിന്നെ മൊബൈൽ സ്റ്റോറുകളിൽ സഹകരണ സ്ഥാപനങ്ങൾ, പിന്നെ സ്റ്റുഡൻസ് കൗൺസിൽ ഈ കാര്യങ്ങളൊക്കെ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. പിന്നെ ലിറ്ററസി, സ്കൂൾ മാഗസിൻ, പോളിറ്റിക്കൽ റെസിറ്റേഷൻ, ലിറ്ററസി ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി, സ്കൂൾ മാഗസിൻസ്, പോളിറ്റിക്കൽ റെസിറ്റേഷൻ. ഈ സെലിബ്രേഷൻ ആയിട്ടുള്ളത് റിലീജിയസ് ആൻഡ് നാഷണൽ ഡേ സെലിബ്രേഷൻ ആയിട്ടുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റി. ഇനി ഹൗ വിൽ യു ഓർഗനൈസ് കോ കരിക്കുലർ ആക്ടിവിറ്റി, എങ്ങനെ നിങ്ങളൊരു കോ കരിക്കുലർ ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യും? അതിന് ഫസ്റ്റ് എല്ലാത്തിലുള്ള പോലെ തന്നെ പ്ലാനിങ് വേണം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു കൊല്ലത്തേക്കുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഒരു സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് വെക്കണം. എന്നിട്ട് അതൊരു സീനിയർ മുഴുവൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെയും പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു സീനിയർ അധ്യാപകനെ നമ്മൾ ചുമതലപ്പെടുത്തണം. അതിനുശേഷം പലതരം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട അത് തരംതിരിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാവീണ്യമുള്ള ഓരോ അധ്യാപകരെ ഓരോ ഭാഗങ്ങളിലാക്കി കൊടുക്കണം. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളെ അത് ഓരോ ആക്ടിവിറ്റീസിനും പറ്റിയ ലീഡർമാരെ കുട്ടികളെ തിരഞ്ഞെടുക്കണം. കുട്ടികളിൽ നിന്ന് തന്നെ അതിനുള്ള ലീഡർമാരെ തിരഞ്ഞെടുക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഈ പ്ലാനിങ്ങിൽ ചെയ്യണം. ഇത് അക്കാദമിക വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പിന്നെ ഒരു സ്കൂളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതിൽ ഉൾപ്പെടുത്തേണ്ട കുട്ടികളുടെ എണ്ണം എത്രയാണ്, ലീഡർമാരെ തിരഞ്ഞെടുക്കേണ്ട രീതി എങ്ങനെയാണ്, അധ്യാപകർ ഏത് രീതിയിൽ, അതൊക്കെ ഓരോരോ കഴിവും പ്രാവീണ്യം കുട്ടികളുടെ താല്പര്യങ്ങളും ഓരോ കുട്ടികളുടെ താല്പര്യങ്ങളും ഒക്കെ അനുസരിച്ച് അത് ചെയ്യണം. പിന്നെ അത് പ്രാവർത്തികമാക്കലാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഓരോ കുട്ടികളെയും അതും അതിൽ പ്രാവർത്തികമാക്കാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അധ്യാപകരെയും ലീഡർമാരായ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് ഓരോ കൗൺസിലും നടത്താറുള്ളത്, ഓരോ പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. ലാസ്റ്റ് ഇതുവരെ ഇവാലുവേഷൻ നടത്തുക, വിലയിരുത്തുക. കുട്ടികളുടെ പങ്കാളിത്തങ്ങളെല്ലാം ഓരോ ടേമിലും പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും വിലയിരുത്തിയിട്ട് അവർക്ക് ഗ്രേഡുകൾ നൽകും. നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഗ്രേഡിങ്ങിന്റെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പോഴത്തെ സംഭവത്തിൽ സിലബസിലൊക്കെ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ കുട്ടികളുടെ ടോട്ടൽ മാർക്ക്. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്തോറും കുട്ടികളുടെ ഗ്രേഡിംഗ് ഒക്കെ തീരുമാനിച്ചിട്ട് അപ്പോൾ ഇതിന്റെ അധ്യാപകർ അത് രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ അത് പ്രാക്ടിക്കൽ എക്സാമോ ഈ നിരീക്ഷണം ഏർപ്പെടുന്ന പ്രൊജക്റ്റുകൾ, വില്ലേജ് ചെക്ക് ലിസ്റ്റ് ഈ കാര്യങ്ങളിലെല്ലാം ഗ്രേഡിംഗ് നോക്കി വെക്കണം. ഇതിനൊക്കെ പിന്നെ അതൊക്കെ ചെയ്യണമെന്നാണ് ഇവാലുവേഷനിൽ പറയുന്നത്. വിലയിരുത്തുക, സംഭവം കണക്ക് വിലയിരുത്തി ഗ്രേഡ് നൽകിയിട്ട് അതിന്റെ സമയത്ത് അത് കൊടുക്കാൻ തുടങ്ങും. ഇനി നെക്സ്റ്റ് സ്റ്റുഡൻസ് കൗൺസിലാണ്. അതൊക്കെ സ്കൂൾ പ്ലാനിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റുഡൻസ് കൗൺസിലാണ്, അതായത് വിദ്യാർത്ഥി സമിതി. റൈറ്റ് എ നോട്ട് ഓൺ സ്റ്റുഡൻസ് കൗൺസിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. വിദ്യാർത്ഥി സ്റ്റുഡൻസ് കൗൺസിൽ എന്നാൽ ഔപചാരികമായി വിദ്യാർത്ഥികളിൽ നിന്ന് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് രൂപവത്കരിക്കുന്ന ഒരു സമിതി. അത് സ്കൂളുകളിലാണെങ്കിൽ പിന്നെ അച്ചടക്ക സമിതി ഉണ്ടാവും, പിന്നെ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബുകൾ ഉണ്ടാവും, സയൻസ് ക്ലബ്ബുകൾ ഉണ്ടാവും, മാത്സിന്റെ ക്ലബ്ബുകൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഈ ആധുനിക വിദ്യാഭ്യാസ ആശയങ്ങളെല്ലാം പണ്ട് കാലത്ത് ആദ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആധുനിക വിദ്യാഭ്യാസ ആശയങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിന്റെ പാഠ്യേതരവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായ പങ്കാളിത്തം നൽകുക. അതായത് അധ്യാപകരോടൊപ്പം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും ഈ കാലഘട്ടത്തിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്, അവസരങ്ങൾ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ വിവിധ കാര്യാലോചന സഭകളൊക്കെ വിദ്യാലയ പ്രവർത്തനത്തിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ഉദാഹരണമായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നുണ്ട്, അധ്യാപകരെ സഹായിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്തുകൊണ്ടിട്ട്. പിന്നെ കായിക മത്സരങ്ങൾ തുടങ്ങിയ നടത്തുന്നതിൽ വിദ്യാർത്ഥി സമിതികൾക്ക് അധ്യാപകരെയും സ്കൂൾ അധികാരികളെയും സഹായിക്കാൻ സാധിക്കും. നമുക്കിവിടെ ചെയ്തു തന്നതുപോലെ സ്പോർട്സിനൊക്കെ കമ്മിറ്റികൾ ഉണ്ടാക്കി നമ്മൾ അധ്യാപകരെ ആ ഒരു
പിന്നെ വിദ്യാലയത്തിലെ അച്ചടക്ക നിയമത്താണ് വിദ്യാർത്ഥി സമിതികൾക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനാവും. അച്ചടക്ക സമിതി ഇതാണ് സ്റ്റുഡൻസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സ്കൂൾ കോംപ്ലക്സ് ആണ്. സ്കൂൾ കോംപ്ലക്സ് ആണ്. What are the school complex? How can they be made more effective? Student complex എന്ന് പറഞ്ഞാൽ എന്താ? നീ വിചാരിക്കുന്ന കോംപ്ലക്സ് അല്ല. What are the school complexes? How can they be made more effective? How can they be made more effective? Important question ആണ് സ്കൂൾ കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊക്കെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫീസും വർദ്ധിക്കും. അപ്പോൾ ഒന്നും ഇല്ലാത്ത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്കൂളുകളുണ്ട്. ഇല്ലാത്ത സ്കൂളുകളുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഇവിടെ പറയുന്നത് പറഞ്ഞാൽ വിഭവങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് സമീപ സ്ഥലങ്ങളിലുള്ള 8-10 വിദ്യാലയങ്ങൾ ഒരൊറ്റ ക്ലസ്റ്ററായിട്ട് സ്ഥാപിക്കുന്ന സമ്പ്രദായത്തെയാണ് അതായത് ചുറ്റുപാടുള്ള ഒരു 8-10 സ്കൂളുകൾ. ആ സ്കൂളുകൾ ഒരൊറ്റ ക്ലസ്റ്ററായിട്ട് പ്രവർത്തിക്കാം. അതാണ് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ വിഭവങ്ങളും അതായത് അവിടുത്തെ അധ്യാപകരുടെ സേവനങ്ങള്, സാമഗ്രികള്, ബോധനോപകരണങ്ങളൊക്കെ പരസ്പരം കൈമാറിയിട്ട് അന്യോന്യം ഈ പ്രബലനം നടത്തുന്ന പറയുന്നത്. അതായത് ഒരു സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കൾച്ചറുണ്ട് എന്ന് വിചാരിക്കുക. അതേസമയം ആ ഒരു ക്ലസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആ വിദ്യാലയങ്ങളിൽ ഒരു വിദ്യാലയത്തിന് കൾച്ചറില്ല. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ലബോറട്ടറിക്കൊക്കെ വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടെന്നെങ്കിൽ ഈ കൾച്ചറത്തിന് പകുതി ഇല്ലാത്തവർക്ക് മേടിച്ചു കൊടുത്തിട്ട് അവരുടെ സൗകര്യങ്ങൾ ഇവർ നടത്തുക. അതുപോലെ തന്നെ അധ്യാപകർ ഇപ്പോൾ അപ്പുറത്തെ സബ്ജക്റ്റിന് ഇപ്പുറത്തെ സ്കൂളിൽ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യും. അധ്യാപകർ അവരുടെ പ്രവർത്തനങ്ങളും വിഭവങ്ങളും ഉപകരണങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. അപ്പൊ ഈ കോമ്പൗണ്ടിലെ 8-10 വിദ്യാലയങ്ങൾ ഒന്നിച്ചൊരൊറ്റ ക്ലസ്റ്ററായിട്ട് പ്രവർത്തിക്കുക. അതാണ് സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിനെയാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സ്കൂൾ കോംപ്ലക്സ്? അപ്പൊ അതിന്റെ കോർപ്പറേഷൻ സഹകരണം ഉണ്ടാകുന്നുണ്ട് സ്കൂൾ കോംപ്ലക്സിന്. പിന്നെ ആ പരമാവധി വിഭവങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു. പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്താൻ കഴിയുന്നുണ്ട്. പിന്നെ അധ്യാപകരുടെയും അക്കാദമിക നിലവാരം ഉയർത്താൻ കഴിയുന്നുണ്ട്. പിന്നെ പഠന നിലവാരം വിലയിരുത്തലൊക്കെ ഉയർത്താൻ കഴിയുന്നു. സിദ്ധിശോധനങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്യാനും അതിൽ ഉൾപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതുപരീക്ഷകൾ നടത്താൻ കഴിയും. അതൊക്കെ ക്ലസ്റ്ററിലുള്ള സ്കൂളുകളുണ്ട്. പിന്നെ സാമ്പത്തിക ചെലവ് കുറയ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് സാമ്പത്തിക ചെലവ് കുറയും. പഠിതാക്കളുടെ അക്കാദമിക നിലവാരം ഉയർത്തുകയും ചെയ്യും. ഇതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെക്കോർഡ് ദാറ്റ് എ സ്കൂൾ ഷുഡ് കീപ്? Describe the functions of true record. Explain importance and steps followed in maintaining any true school record. Looking for register that a school should maintain. Okay, മറ്റു ക്വസ്റ്റ്യനുകളായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്